ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കറൻ്റ്ലി നിങ്ങളിപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടൊരു വ്യക്തി നോ കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, ആൻഡ് നിങ്ങൾക്കുള്ള ഗുഡ് ന്യൂസ് എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ഇമോഷൻസ് ആൻഡ് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ 2 പൈൽസ് കാണിക്കുന്നുണ്ട്, പൈൽ നമ്പർ 1ഉം പൈൽ നമ്പർ 2ഉം. സോ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന ഏത് പൈലാണോ, ഏത് എനർജിയായിട്ട് കണക്റ്റ് ആവുന്നോ ആ ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഒരു 5 സെക്കൻഡ് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഞാൻ പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്സാണ് നോക്കാൻ പോകുന്നത്. സോ പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഈ ഒരു റീഡിങ്ങിലോട്ട് കൊണ്ടുവരിക. പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾ ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആ വ്യക്തിയുമായുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ആലോചിക്കുക. Queen of Pentacles, 6 of Pentacles, 5 of Cups, Moon card, Magician card, 2 of Pentacles, 4 of Swords, 9 of Wands, 10 of Swords, Hierophant. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ക്വീൻ ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ കറൻ്റ്ലി ഉള്ള ഒരു എനർജി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്, കുറച്ചുകൂടെ ക്ഷമയോട് കൂടി സെൽഫ് കെയറിലൊക്കെ ഫോക്കസ് ചെയ്ത് ആ ഒരു പെയിനിൽ നിന്നൊക്കെ ആ പെയിനൊക്കെ ലെറ്റ് ഗോ ചെയ്ത്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഹീലായി കുറച്ചുകൂടി ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കറൻ്റ്ലി ഒരു ഇംബാലൻസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, ഏതോ ഒരു വ്യക്തിയാണ് കൂടുതൽ ലവ് അല്ലെങ്കിൽ കൂടുതൽ എഫേർട്സ് ഇതിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ വിട്ടു പോയതിൻ്റെ റീസൺ ആ ഒരു ഈക്വലി ഉള്ള എഫേർട്സ് ഇല്ല എന്നുള്ളതാണ്. ആൻഡ് പാസ്റ്റിലുള്ള സ്ട്രഗിൾസ് നോക്കുമ്പോഴത്തേക്കായാലും ഒരു റിഗ്രറ്റ്, നല്ല രീതിയിലുള്ള വിഷമം, ഡിസപ്പോയിൻമെൻറ്റ്, ഇതെല്ലാം നിങ്ങളിൽ കാണുന്നുണ്ട് ആ വ്യക്തി കാരണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി പാസ്റ്റിലുള്ള മിസ്റ്റേക്സിനെയൊക്കെ ഓർത്ത് ആ ഒരു കുറ്റബോധം അവർക്ക് ഉണ്ട് എന്നുള്ളതും കാണുന്നുണ്ട്. നമുക്കിവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഹിഡൻ ഇമോഷൻസിനെയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ കൂടിയും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷനിലൊക്കെ അവർക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ എന്തൊക്കെയോ ഭയവും കൺഫ്യൂഷൻസും ഒക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു, ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു. സോ അത് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയായിരിക്കുക. ആൻഡ് നെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു 2 സിറ്റുവേഷൻസ് ഇങ്ങനെ ജഗ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 2 സിറ്റുവേഷൻസിൽ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. അതായത് തിരിച്ചു വരണോ വേണ്ടോ, ആ ഒരു 2 മനസ്സിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് മേ ബി എന്തെങ്കിലും പേഴ്സണലി ഉള്ള കാര്യങ്ങൾ കൊണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടും ആകാം. ഈ ഒരു തീരുമാനം ഇങ്ങനെ 2 വെള്ളത്തിൽ കാല് ചവിട്ടിക്കുക എന്ന് പറയുന്ന പോലെ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി നിൽക്കുന്നത് എന്തെങ്കിലും ഈ പറഞ്ഞ റീസൺസ് കൊണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 4 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് ഒരു നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ,
സോ ആ ഒരു അതിൽ നിന്ന് രണ്ട് പേർക്കും പെയിൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് ഹീലാകണം. ആൻഡ് ഈ ഒരു സെപ്പറേഷൻ വീണ്ടും നിങ്ങൾ ഒന്നിക്കുകയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നർച്ചറാകുകയും ഇനിയും സ്ട്രോങ് ആയി ഒരുപാട് ലോങ് ടേം ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്ക് എടുത്തതെന്ന് വിശ്വസിക്കുക. സോ ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായി ഹീലാകണം എന്നുള്ളതാണ്. ആൻഡ് 9 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അപ്പം ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു യാത്രയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയായിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഗീവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കിടയിൽ ആ ഒരു ഓവർ സ്ട്രഗിൾസൊക്കെ വന്നപ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ആ ഒരു കണക്ഷൻ വിട്ടുപോയി. ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസൊക്കെ വന്നു. നോ കോണ്ടാക്റ്റ് എന്നൊരു സിറ്റുവേഷൻ വരെ എത്തി. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി നോക്കുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ട് റീകണക്റ്റ് ചെയ്യണം എന്നൊരു ഫീലിങ്സൊക്കെ ഉണ്ട്. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ആ ഒരു ഇതിൽ ഒരു എൻഡിങ് വരാൻ പോകുന്നു. ആൻഡ് ഒരു ഫ്രഷ് ബിഗിനിങ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമേറിയ ആ ഒരു ജീവിത സാഹചര്യമൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഹീറോഫൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കിവിടെ പോസിബിളായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്നു. ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ലൈക്ക് മാരേജ്. അപ്പോൾ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ആ ഒരു രീതിയിൽ ആ ഒരു തരത്തിലേക്ക് കാണുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുള്ളത്. അതായത് നിങ്ങളിപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക മെച്യൂർഡായിട്ട് നിൽക്കണം. അതായത് ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെയും എഫേർട്സ് എന്നതുപോലെ തന്നെ ഒരു വ്യക്തി ആകരുത് ഈ ഒരു റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യുക. രണ്ടുപേർക്കും അതിനുള്ള ആ ഒരു പവർ ഉണ്ടാകണം. അപ്പം നിങ്ങൾ കുറച്ചുകൂടി ബോൾഡാകണം. അല്ലെങ്കിൽ ആ ഒരു റിയൂണിയന് ആ ഒരു വ്യക്തി വന്നിരുന്നാലും നിങ്ങൾ എന്താ പറയുക ബ്ലൈൻഡ്ലി അങ്ങ് വീണ്ടും ഇതാകുകയല്ല. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഡിമാൻഡ് ചെയ്യണം. ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സോ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം. പിന്നെ റെസ്പെക്റ്റ് വേണം. പരസ്പരം റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹോണസ്റ്റ് ആയിരിക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം ആ ഒരു റിയൂണിയൻ വീണ്ടും തുടങ്ങാൻ എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറഞ്ഞ് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞത് കാരണം നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് റെഡിയായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്തി ബൗണ്ടറീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. പാസ്റ്റിൽ നടന്നിട്ടുള്ള മിസ്റ്റേക്സ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, പിന്നെ റീയൂണിയൻ പോസിബിളാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് പഴയതിൽ നിന്നൊക്കെ ഹീലായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് വയ്ക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് യൂണിവേഴ്സിന് നിങ്ങൾക്കുള്ള അഡ്വൈസസ് എന്താണെന്ന് നോക്കാം. എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ളത് കറൻ്റ്ലി. ഓക്കെ, ഫസ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ 6 ഓഫ് സ്വോർഡ്സ് ആൻഡ് തേർഡ് വൺ പേജ് ഓഫ് കപ്സ്. ഓക്കെ, സോ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നുണ്ട്. സോ ആ ഒരു ലവും ഇമോഷൻസും കെയറും അപ്പോളജിയും ഇതൊക്കെ അവർ ചെയ്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചാടിക്കയറി എന്താ പറയുക ഡിസിഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ബോൾഡായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വെക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ആ ഒരു എന്താ പറയുക ആ ഒരു ഹെൽത്തി ബൗണ്ടറീസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. സോ അതൊക്കെ സെറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു റെസ്പെക്റ്റ് കെയർ
എഫേർട്സ് ഇതൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പറയുക, ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിന് എനിക്ക് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഓപ്പണായിട്ട് പറയുക. ആൻഡ് അതൊക്കെ സെറ്റായതിന് ശേഷം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനാണ് ഫസ്റ്റ് കാർഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നിങ്ങൾ ഇപ്പോഴും പഴയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വിടേണ്ട സമയമാണ്. അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ദൂരം, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പം അതിൽ നിന്ന് തന്നെ ഇപ്പോഴും പിടിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, അതിൽ നിന്നൊക്കെ ഹീലാകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രഷ് ഇമോഷണൽ ബിഗിനിങ് തന്നെയാണ്, ആ ഒരു റൊമാൻറ്റിക് ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങൾ അതിന് ഓപ്പണായിരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യാൻ ഓപ്പണായിരിക്കുക. ആൻഡ് പാസ്റ്റിൽ നടന്നിട്ടുള്ള ട്രോമാസ് നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യാണ്ട് ഇരിക്കുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഓക്കെ. സോ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഓപ്പൺ അപ്പായിരിക്കുക. പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ നടന്ന ട്രോമാസ് മറക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ലെസൺസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ അതൊന്നും നിങ്ങൾ മറക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആൻഡ് നിങ്ങൾ സമാധാനത്തിന് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അതൊന്നും തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ളതാണ്. അത് നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും എത്താണ്ട് ഇരിക്കാനേ അത് സഹായിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സമാധാനത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നൊരു പോസിറ്റീവ് മെസ്സേജാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ ഓവറോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പൈൽ 1 സെലക്ട് ചെയ്തവരുടെ റീഡിങ്സ് ആയിരുന്നു ഇത്. ഇനി നമുക്ക് പൈൽ 1 സെലക്ട് ചെയ്തവർക്ക് യൂണിവേഴ്സൽ ക്ലൂസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. ഏപ്രിൽ, ഫ്രൈഡേ, ജാനുവരി, മാർച്ച്, നവംബർ, ലോയൽറ്റി, ലോങ് ഡിസ്റ്റൻസ്, 9, spend quality time, I, express feelings, 24, 12, 2, O, 5, afternoon, May, W, P, Saturday, 3, June, 13, 11, Q, L, 4, trust, 25, 19. അപ്പോൾ പൈൽ നമ്പർ 1 നമുക്ക് ഇത്രയും ക്ലൂസാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, മൂവ് ഓൺ ചെയ്യുമോ? സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തണം. ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.
സോ എത്രയും വേഗം നിങ്ങളുടെ റിയൂണിയൻ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിങ്സാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, മൈൻഡ് കാമാക്കിയിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്യുക. അവരെക്കുറിച്ചുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളൊന്ന് ചിന്തിക്കുക, കാമായിട്ടിരിക്കുക. ഓക്കെ, Emperor card, King of Wands, King of Pentacles, 4 of Cups, King of Swords, 7 of Pentacles, Queen of Cups, High Priestess, Ace of Cups, Tower card. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 6 of Wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഒരു ബോൾഡായിട്ടുള്ളൊരു പേഴ്സണാണ്. ഒരുപാട് ഗോൾസ് ഉണ്ട്. സോ അതിലൊക്കെ ഫോക്കസ് ചെയ്ത് കറൻ്റ്ലി നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഇമോഷണലി ഇൻവെസ്റ്റഡിനെ കാട്ടിയും അവർ ലോജിക്കലി, അതായത് അവർ ബുദ്ധിപരമായി ചിന്തിക്കുന്നു. അങ്ങനെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ റിട്ടേൺ ചെയ്താലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു ഇമ്പോർട്ടൻസും ആ ഒരു സെക്യൂർഡായിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. സോ അത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇമോഷൻസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അതായത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി ആ ഒരു വ്യക്തിക്ക് കുറച്ച് ദേഷ്യം അല്ലെങ്കിൽ ഈഗോ അങ്ങനത്തെ കുറച്ച് നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കും കുറച്ചുകൂടി ഈ ഒരു കാര്യങ്ങൾ, അതായത് അടുക്കാൻ വേണ്ടി കുറച്ച് പാട് നിങ്ങളുടെ വ്യക്തിക്കായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ ആ ഒരു വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നിങ്ങളടുത്ത് ആ ഒരു ലവും കെയറും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കറൻ്റ്ലി മണി, അതുപോലെ തന്നെ അവരുടെ കരിയറിൽ അതിലൊക്കെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവർ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ലവ് റിലേഷൻഷിപ്പിലൊക്കെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും അവർ കൂടുതലും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. സോ ആ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ലൈഫ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ 4 of Cups എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ മേ ബി നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകാം, ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടാകാം. അത് നിങ്ങളുടെ ആ ഒരു കോംപ്രമൈസ്, അല്ലെങ്കിൽ അവർക്ക് അത്രയും ദേഷ്യം വന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരിക്കും അവരുടെ അത്. പക്ഷേ അവരതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരാണ് നിങ്ങളെ വിട്ട് പോയത്. സോ അവർക്കതിൽ നല്ല റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർ അതിൽ കുറ്റബോധം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആൻഡ് കിങ് ഓഫ് സ്വോർഡ്സ് നമുക്ക് ആ ഒരു അവർ ഇതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കും. അതായത് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ അഫക്റ്റ് ചെയ്തതുപോലെ തന്നെ അവരെയും മെൻ്റലി ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലവർക്ക് പെയിൻ ഉണ്ട്. സോ ഇതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു സൊല്യൂഷൻ ഉടനെ തന്നെ കണ്ടെത്തും. അവരൊരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് 7 of Pentacles ആണ് വന്നിട്ടുള്ളത്. സോ അത് നിങ്ങൾ ആ ഒരു ക്ഷമയോട് കൂടി ഇരിക്കുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യും, പക്ഷേ കുറച്ചുകൂടെ അവർ ടൈം എടുക്കുമായിരിക്കും. എന്നാലും അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്.
ക്വീൻ ഓഫ് കപ്സ് അവരുടെ നിങ്ങളോടുള്ള ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്കിപ്പോഴും നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈ പ്രീസ്റ്റസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഡീപ്പ് ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അത് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടാകും. മേ ബി ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് തന്നെയായിരിക്കാം ഹൈഡ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻസിനെ ട്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ഇമോഷണൽ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചു വരവ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ആ ഒരു വ്യക്തിയുമായി നിങ്ങളുടെ റിയൂണിയൻ ഉടനെ എന്ന് പറയാൻ പറ്റില്ല, മേ ബി ആ ഒരു വ്യക്തി കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നും കാണിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. ആൻഡ് ഫൈനലി ടവർ കാർഡ് ആ ഒരു മേജർ ചേഞ്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ് നിങ്ങളുടെ ആ ഒരു കറൻ്റ് ഉള്ളൊരു ലൈഫിലേക്ക് വരാൻ പോകുന്നു. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ക്ലാരിറ്റി, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർ ഒന്നും കൂടെ റീകൺസിഡർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ വിലയിരുത്തും, എന്നിട്ട് അവരൊരു തീരുമാനം എടുക്കും, നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 6 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു കാർഡ് നമുക്ക് വളരെ പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. അതൊരു സക്സസിൻ്റെ കാർഡാണ്, അല്ലെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളിലേക്ക് വരും എന്ന് ഉറപ്പ് തരുന്നൊരു കാർഡും കൂടിയാണത്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സ്നേഹവും എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത്. സോ ഓവറോൾ റീഡിങ്സിൽ ഒരു യെസ് തന്നെയാണ്, സ്ട്രോങ് ചാൻസ് തന്നെയാണ് ഒരു റിയൂണിയന് വേണ്ടി കാണുന്നത്. ആൻഡ് ആ ഒരു വ്യക്തി ഇപ്പോൾ ഇമോഷണൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ആ ഒരു മേജർ റിയലൈസേഷൻ വരും, നിങ്ങളെക്കുറിച്ച് വരും. ആൻഡ് അവരതിന് വേണ്ടിയിട്ട് ചിന്തിക്കും, അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. അവർ നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വരുന്നതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കും, മെച്യൂർഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിന് നിങ്ങളോടിപ്പോൾ നൽകാനുള്ള, കറൻ്റ്ലി നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്താണ്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എംപ്രസ് കാർഡ്, 8 ഓഫ് വാണ്ട്സ് ആൻഡ് 7 ഓഫ് കപ്സ്. സോ നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ആ ഒരു സെൽഫ് കെയറിലും ആ ഒരു ഗ്രോത്തിലും വേണം ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോഴും പഴയ കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിച്ച് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഹീലാകണം. നിങ്ങൾ ആ ഒരു ലവും അതുപോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ നിങ്ങൾ കണ്ടെത്തണം. ആൻഡ് നിങ്ങൾ കുറച്ചുകൂടെ മാറണം. ഓക്കെ, ആ ഒരു ഹാപ്പിനെസ്സും എല്ലാം ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. സോ അത് ഒരു ഉടനെ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. മേ ബി ഒരു മെസ്സേജ് ആയിക്കോട്ടെ, ഒരു കോൾ ആയിക്കോട്ടെ, ബ്ലോക്കായിരിക്കുന്ന വ്യക്തി, ബ്ലോക്കാക്കി വെച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അൺബ്ലോക്ക് ചെയ്യാം. അവരിൽ നിന്നും ഒരു പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് നിങ്ങൾക്ക് ഉടനെ തന്നെ അത് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങളത് പ്രതീക്ഷിച്ച് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. എന്നാൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ കോളോ അപ്രതീക്ഷിതമായ മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു സൂചന നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. പാസ്റ്റിലെ ഇമോഷൻസിൽ ഇനിയും സ്റ്റക്കായി നിൽക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഇപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാണ്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അതായത് ഒരുപാട് ചിന്തിച്ച് കൂട്ടി, രാവിലെ ഒരുപാട് സമയം അങ്ങനെ കളഞ്ഞ്, രാത്രി ഉറക്കമില്ലാതെ കരഞ്ഞ്, അങ്ങനെ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. നിങ്ങൾ
നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കുക. നിങ്ങൾക്ക് എന്താണോ ശരിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളിലേക്ക് വരുന്നതാണ്. ബട്ട് നിങ്ങളിലേക്ക് കുറച്ചുകൂടെ കെയർ കൊടുക്കാനാണ്. നിങ്ങളിപ്പോൾ നിങ്ങളിൽ ശ്രദ്ധയോ ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങളുടെ ഹെൽത്തിലും ഒരു സെൽഫ് കെയറും എല്ലാം നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ച് വീണ്ടും പഴയ രീതിയിൽ, പഴയതെന്ന് വെച്ചാൽ പാസ്റ്റിലുള്ള ആ ഒരു സംഭവങ്ങളല്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ ബോൾഡായി കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെൽഫ് കെയറിലും പേഴ്സണൽ ഗ്രോത്തിലും തൽക്കാലം ഇപ്പോൾ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്നായിട്ട് എന്തൊക്കെയോ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. സോ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്നും പറഞ്ഞാൽ അതും ഓർത്ത് നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കരുത്. പിന്നെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ കറൻ്റ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഫൈനലി നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്നും കൂടി നോക്കാം. Spend quality time. June. Wait. March. April. Morning. Be honest. U. F. November. Past relationships. Few months. Friday. Monday. Trust issues. 22. Distance. X. 13. September. 30. Commitment. 1. Sunday. Few days. R. 27. J. Communication. 29. ഇത്രയും ക്ലോസാണ് നമുക്ക് പാൽ നമ്പർ 2 വന്നിട്ടുള്ളത്. സോ ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു പോസിറ്റീവ് റീഡിങ്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി ടൈം അവർ ചിലപ്പോൾ എടുത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു റിയൂണിയന് കുറച്ചുകൂടെ ഡിലേ വന്നിരിക്കാം. ആൻഡ് ഈ ക്ലൂസിൽ നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.